ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ആഴ്ചയിലെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധി ചന്ദ്ര ആ ആധാരം കൊടുക്കില്ല എന്ന് തന്നെ പറയുമ്പോൾ സുധി ആകെ പെട്ടുപോകുന്നുണ്ട്. എന്തായാലും സുധി ആ കാര്യം തൻ്റെ കൂട്ടുകാരനായ അവനോട് പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിന്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഒരു സ്വാമിജിയുണ്ട്, ആ സ്വാമിയുടെ അരികിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സുധിയെയും കൂട്ടി ആ സ്വാമിയുടെ അരികിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴും സുധിയുടെ നാവ് അത്ര മര്യാദയ്ക്ക് ഇരിക്കുന്നില്ല. സ്വാമിയുടെ പഠിപ്പ് എത്രയാണ്, സ്വാമിയുടെ എഡ്യൂക്കേഷൻ എത്ര അറിവുണ്ട് എന്നൊക്കെ എനിക്കറിയണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സുധി പറയുമ്പോൾ സ്വാമിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും സ്വാമി നല്ല എട്ടിൻ്റെ പണി തന്നെയാണ് സുധിക്ക് കൊടുക്കുന്നത്. സുധിയോട് പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ നാവ് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നത്തിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുഴുവനും ഒരു അമ്പലനടയിൽ ചെന്നിരുന്നിട്ട് പിച്ചയെടുക്കണം. ആ പിച്ച ആ ഭണ്ഡാരത്തിൽ തന്നെ, അവിടുത്തെ അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ തന്നെ ഇട്ടിട്ട് പോവുകയും അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം നെറ്റിയിൽ ചാർത്തി കഴിച്ച് അവിടെ നിന്നും പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പൊ സുധി അത് ആദ്യം അംഗീകരിക്കുന്നൊന്നുമില്ലേ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ പറയാണ്. എന്തായാലും കൂട്ടുകാരൻ പറയുന്നുണ്ട്, നിനക്ക് നിന്റെ ആഗ്രഹം സാധിക്കണോ, കാനഡയിലേക്ക് പോകണമെങ്കിൽ മതി, ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നാൽ മനസ്സോടുകൂടി സുധി അതിനെ സമ്മതിക്കുകയാണ്. എന്തായാലും കൂട്ടുകാരൻ അവന് പറ്റിയ പിച്ചക്കാരന്റെ വേഷം ഒക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിച്ചക്കാരന് കറക്റ്റ് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു കറക്റ്റ് പിച്ചക്കാരനാക്കി മാറ്റുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് അവൻ പിച്ച എടുക്കുന്നുണ്ട്. അപ്പൊ മറ്റുള്ള പിച്ചക്കാർ ചോദിക്കുന്നുണ്ട്, ഇതാരാ, പുതിയ ആളാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അതെ, ഇത് ഒരു ദിവസത്തിന് വേണ്ടി ഒരു വഴിപാടാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഉറക്കിനെ ഒച്ചയെടുക്കുകയാണ്, അമ്മ എന്തേലും തായോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലത്തിലേക്ക് പോകുന്നവരോടും വരുന്നവരോടും ഒക്കെ യാചിക്കുകയാണ് നമ്മുടെ സുധി. പെട്ടെന്നാണ് അവിടേക്ക് രേവതി വരുന്നത്. അങ്ങനെ രേവതി വരുമ്പോൾ ഒരു തൊരി ഭക്ഷണം വെള്ളം പോലും കുടിക്കാതെയാണ് ഈ പിച്ചെടുക്കാനായിട്ട് ആ സ്വാമി സുധിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആ സമയത്ത് രേവതി വരുമ്പോൾ പെട്ടെന്ന് സുധി ആണെങ്കിൽ ഒരു തോർത്തെടുത്തിട്ട് അത് തല മറയ്ക്കുകയും മുഖം ഇങ്ങനെ മറച്ചു പിടിക്കുകയും ചെയ്യുന്നുണ്ട്. രേവതി അങ്ങനെ മുകളിലേക്ക് കയറി പോകണം. പെട്ടെന്ന് രേവതി തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ സുധിയെ മനസ്സിലാക്കിയിട്ട് രേവതി തിരികെ വരികയാണ്. നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ അവൻ വീണ്ടും പിച്ച എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ വേഗം തന്നെ രേവതി തൻ്റെ ഫോൺ എടുത്ത് സച്ചി വിവരം അറിയിക്കുകയാണ്. സച്ചി വേഗം തന്നെ അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ സച്ചിക്ക് വിഷമാവാണ് സുധി ഈ ഒരു കാഴ്ച ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ. അപ്പോൾ സുധിയെ വഴക്ക് പറഞ്ഞുകൊണ്ട്, എന്തുട്ടടാ നീ കാണിക്കണേ, അപ്പോൾ ഇങ്ങനെ ഒരു സ്വാമി പറഞ്ഞിട്ട് ചെയ്തതാണ്, എൻ്റെ കാനഡയിലേക്ക് പോകാനുള്ള ആഗ്രഹം സാധിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്താടാ വട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞു. നിന്നെ ഈ കോലത്തിൽ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹൃദയം പൊട്ടി. നിന്നെ ഞാൻ എപ്പോഴും വഴക്ക് പറയാറുണ്ട്, നമ്മൾ തമ്മിൽ ഒട്ടും ചേരാറൊന്നുമില്ല, പക്ഷേ ഈ കാഴ്ച എനിക്ക് സഹിക്കാൻ പറ്റില്ല സുധി, നീ വായു എന്നും പറഞ്ഞ് പിടിച്ച് അങ്ങനെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ നമ്മുടെ സച്ചിയുടെ കാറിൽ രേവതിയും സുധിയും കൂടി പോവുകയാണ്. അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലേക്ക് എത്തുമ്പോൾ രേവതിയെയും സച്ചിയെയും കണ്ടിട്ട് ചന്ദ്ര കൂടെ ഒരു പിച്ചക്കാരനെയുമാണ് കാണുന്നത്. അപ്പൊ സുധിയാണെങ്കിൽ പുറം തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ചോദിക്കുന്നുണ്ട് ചന്ദ്ര, എവിടുന്ന് വലിച്ചു കയറിക്കൊണ്ട് വരികയാണ് ഇങ്ങനെ ഒരു പിച്ചക്കാരനെ, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്, ഈ പിച്ചക്കാരൻ എന്തിനാ എങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അധിക്ഷേപിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രേവതിയെ. അപ്പോൾ അമ്മ ഇത് ആരാണെന്ന് അറിയോ എന്ന് ചോദിക്കുമ്പോൾ ആരായാലും എനിക്കെന്താ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അമ്മ എന്ന് വിളിക്കുകയാണ് നമ്മുടെ സുധി. അത് എന്നെ അമ്മ എന്ന് വിളിക്കുക എന്നും പറഞ്ഞിട്ട് ചെവിട് രണ്ടും പൊത്തി നിൽക്കുകയാണ്. അയാളോട് മിണ്ടാതിരിക്കാൻ പറ, എന്നെ അമ്മാന്നൊന്നും വിളിക്കില്ല, ആരാടാ നീ എന്നെ അമ്മാന്ന് വിളിക്കാനായിട്ടെന്നും പറഞ്ഞങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് ഇത് ആരാണെന്നാ, നിങ്ങളുടെ മകൻ സുധിയാണ് ഇതെന്ന് പറയുമ്പോൾ സുധിയോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവിടെ നമ്മുടെ ശ്രുതിയും ഉണ്ടാവും. അവർ രണ്ടുപേരും ഞെട്ടിപ്പോവുകയാണ് സുധിയുടെ ഈ ഒരു വേഷം കണ്ടിട്ട്. എന്താടാ നീ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയും അതുപോലെ ചന്ദ്രയും അവനെ വഴക്ക് പറയുകയാണ്. അപ്പോൾ സുധി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്വാമി പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഭിക്ഷ എടുത്തതാണ്, ഇവള് അന്നെല്ലാം കുളമാക്കി, ഒരു ദിവസം മുഴുവൻ ഭിക്ഷ എടുത്താലേ എനിക്ക് അതിനുള്ള ഗുണം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ, എങ്കിലും നീ ഇങ്ങനെ ഒരു വിഡ്ഢിയായി പോലും, ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ രവീന്ദ്രനൊക്കെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ശ്രുതി അകത്തേക്ക് റൂമിലേക്ക് എത്തുമ്പോൾ ശ്രുതി അവനൊരുപാട് തല്ലുന്നുണ്ട്. എന്തിനാ ശ്രുതി നീ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഈ ഒരു വേഷം കെട്ടി എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അവനെ തലങ്ങും വലങ്ങും കൈകൊണ്ട് തല്ലുകയാണ്. എന്തായാലും ശ്രുതി പറയുന്നുണ്ട്, നിന്റെ ആഗ്രഹം ഉടനെ സാധിക്കും ശ്രുതി നീ വിഷമിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിനിടയിൽ നമ്മുടെ വർഷ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വർഷയെ കല്യാണം കഴിക്കാൻ വേണ്ടി അവളുടെ അച്ഛൻ കണ്ടെത്തി ആ ചെറുക്കനുണ്ടല്ലോ, ആ ചെറുക്കൻ വഴിയിൽ വെച്ചിട്ട് വർഷയെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് നീ അങ്ങനെ
പോയാൽ എങ്ങനെയാണ്, നിന്റെ ഭർത്താവ് നീയുമായി വഴക്കിട്ട് പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ, നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നൊക്കെ പറയണ കേട്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നീ അന്വേഷിക്കാൻ, നീ ആരാ, അതൊക്കെ ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങൾക്ക് അതൊക്കെ അതും പലതും അതിൻ്റെ ഇടയിലുണ്ടോ, നീ എന്തിനാ അത് അന്വേഷിക്കണേന്ന് വർഷം മറുപടി പറയുമ്പോൾ ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞ് കയ്യിൽ കയറി പിടിക്കുകയാണ്. അങ്ങനെ കയ്യിൽ വിടറ എന്നിങ്ങനെ നമ്മുടെ വർഷ പറയുമ്പോൾ അവനത് അനുസരിക്കുന്നില്ല. ആ കാഴ്ച കണ്ടുകൊണ്ട് സച്ചി അവിടേക്ക് വരികയാണ്. സച്ചി വന്നിട്ട് എന്താടാ നീ ചെയ്യുന്നത്, നടു റോട്ടിൽ പെണ്ണിന്റെ കൈ കയറി പിടിക്കുന്നു എന്നും പറഞ്ഞിട്ട് അവനെ നല്ല അടി അടിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് കുറെ അടിച്ചതിന് ശേഷമാണ് ഇവന്റെ ഫേസ് ഇവൻ കാണുന്നത്, നമ്മുടെ സച്ചി കാണുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇത് നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കല്യാണം ആലോചിച്ച് ചെറുക്കനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരി എന്ന് പറഞ്ഞിട്ട് വീണ്ടും തല്ലി ഓടിക്കുകയാണ്. എന്നിട്ട് അപ്പം നമ്മുടെ സച്ചി ഇങ്ങനെ തല്ലണ കാണുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. സച്ചിയോട് ഇത്രയും നാളുണ്ടായിരുന്ന ദേഷ്യക്ക് ആ നേരം കൊണ്ട് അലിഞ്ഞു തീരുകയാണ്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, വർഷ നീ വീട്ടിലേക്ക് വരണം ശ്രീകാന്തും അവിടെ വീട്ടിലെത്തിയിട്ടില്ല, അവനിപ്പോൾ ഒരു റൂമിൽ ഇങ്ങനെ കഴിയുകയാണ്, നിങ്ങൾ രണ്ടാളും വന്നാലേ സന്തോഷം ഉണ്ടാവുള്ളൂ, നിങ്ങൾ വരാതിരുന്നാൽ ഞങ്ങൾക്ക് എന്താ സന്തോഷം ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ശ്രീകാന്തിന്റെ ഹോട്ടലിൽ ചെന്നിട്ട് നമ്മുടെ വർഷ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കോംപ്രമൈസായി അച്ഛനുമായി വഴക്കിട്ടിട്ടാണ് അവൾ അവിടെ നിന്നും ഇറങ്ങുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിലേക്ക് തിരികെ എത്തുകയാണ്. അത് കാണുമ്പോൾ ചന്ദ്രയ്ക്കും അവിടെയുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ആ സന്തോഷം പങ്കിടാൻ വേണ്ടി അവൾ ഒരു കേക്കുമായിട്ടാണ് വരുന്നത്. ആ കേക്ക് മുറിച്ചിട്ട് അവർ പരസ്പരം പങ്കുവെച്ച് കഴിക്കുകയും നല്ല അടിപൊളി എപ്പിസോഡൊക്കെ തന്നെയാണ് അടുത്ത ആഴ്ചയിൽ കാണിക്കാൻ പോകുന്നത്. എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, താങ്ക് യു.